ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക? പ്രിപ്പറേഷൻ ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ നോക്കുന്നത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക. ഇൻ ഓർഡർ ടു പ്രിപ്പയർ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ഈസ് നെസസറി ടു ഫൈൻഡ് ഔട്ട് സോഴ്സസ് ഓഫ് ഫണ്ട് ആൻഡ് അപ്ലിക്കേഷൻസ് ഓഫ് ഫണ്ട്. എവിടെ നിന്നാണ് ഫണ്ട് വന്നത്, അതാണ് സോഴ്സ് എന്ന് പറയുന്നത്. അപ്ലിക്കേഷൻസ് നമ്മൾ എവിടെയാണ് ഇത് യൂസ് ചെയ്തത്, ആ ഫണ്ട് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്തത്, ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രിപ്പയറിങ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലാബിലിറ്റീസ് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റീസ് ഇഗ്നോർ ചെയ്ത് പക്ഷേ നമ്മൾ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതേപോലെ ചേഞ്ചസ് ഇൻ ഫിക്സഡ് അസറ്റിൽ വരുന്ന മാറ്റങ്ങൾ, ലാബിലിറ്റിയിൽ ലോങ് ടേം ലാബിലിറ്റിയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഫോർമാറ്റ്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റിലേക്ക് നോക്കാം. ഇതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ്. ഇത് വളരെ വൃത്തിയായിട്ട് നിങ്ങൾ നോക്കി അതിൻ്റെ ഫോർമാറ്റ് വരച്ച് പഠിക്കുക. ഇവിടെ സാധാരണ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ഒരു പെർട്ടിക്കുലർ കോളം എമൗണ്ട്, പിന്നെയും പെർട്ടിക്കുലർ എമൗണ്ട് കോളം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഹെഡിങ് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ സോഴ്സ് ഓഫ് ഫണ്ട്, അടുത്തത് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ഓർ യൂസസ് ഓഫ് ഫണ്ട്. സോഴ്സ് ഓഫ് ഫണ്ടിൻ്റെ അകത്ത് ഫണ്ട് എവിടുന്ന് വന്നു, ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഫണ്ട് എവിടുന്ന് വന്നു എന്ന് കാണിക്കുന്നു. അപ്ലിക്കേഷൻ നമ്മളത് യൂസ് ചെയ്ത് എവിടെയാണ് അപ്ലിക്കേഷൻ യൂസസ് ചെയ്തത്, ആ ഫണ്ട് നമ്മൾ എവിടെയാണ് ഉപയോഗിച്ചതെന്ന് കാണിക്കും. ഒന്നാമത്തത് ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഒരു ബിസിനസ് സ്ഥാപന ഷെയറുകൾ പുതുതായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സോഴ്സസ് ആയിരിക്കും. അത് ബാലൻസ് ഷീറ്റിൻ്റെ രണ്ട് ഡേറ്റ് ഒരു ബിഗിനിങ്ങും എൻഡിലും ഉള്ളത്, അല്ലെങ്കിൽ 2016, 2017 2 ഇയറിലുള്ള ബാലൻസ് ഷീറ്റുകൾ നമ്മൾ നോക്കിയാൽ നിങ്ങൾക്കത് സോഴ്സാണോ അപ്ലിക്കേഷനാണോ എന്ന് മനസ്സിലാവും. ഇപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ നോക്കാം. കഴിഞ്ഞ വർഷം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2 lakh ഉണ്ടെന്ന് വിചാരിക്കും. കഴിഞ്ഞ വർഷം 2016 2 lakh ഉണ്ടെന്ന് വിചാരിക്കാം. 2017 2,50,000 ഉണ്ട്. അങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 50,000 എന്തായിരിക്കും, സോഴ്സ് ആയിരിക്കും. ബിസിനസ് സ്ഥാപനത്തിലേക്ക് 50,000 ഫണ്ട് വന്നിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ഇനി ഈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2017 ഒരു 1,50,000 2018 ഒരു 1 lakh കാണുന്നതെങ്കിൽ 50,000 കുറവാണ്. പ്രിഫറൻസ് ഷെയർസ് ആയിക്കോട്ടെ. പ്രിഫറൻസ് ഷെയർസ് 2017 1,50,000 2018 1 lakh ആണെങ്കിൽ 50,000 കുറവാണ്. അപ്പോൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആയിരിക്കും അവിടെ ഉണ്ടാകും. കാരണം റിഡീം ചെയ്തിട്ടുണ്ട്, റീപേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 50,000 കുറഞ്ഞത്. അപ്പോൾ റിഡംഷൻ അത് യൂസസിലാണ് കാണിക്കുക. ഇവിടെ യൂസസിലാണ് കാണിക്കുക, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. അതേപോലെ തന്നെയാണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സും. 2 ബാലൻസ് ഷീറ്റിലെ ഡിബഞ്ചേഴ്സ് നോക്കുക. കൂടുകയാണെങ്കിൽ അത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് കൂടിയത്. അപ്പോൾ അത് സോഴ്സ് ആയിരിക്കും. കുറയുകയാണെങ്കിൽ അത് റിഡംഷൻ ആയിരിക്കും, റീപേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചേഴ്സ് ആയിരിക്കും. പുതുതായിട്ട് ലോണുകൾ റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സോഴ്സസ് ആയിരിക്കും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പേയ്മെൻറ്റ് ഓഫ് ലോൺ. 2 ബാലൻസ് ഷീറ്റിലെ എമൗണ്ടുകൾ നോക്കിയാൽ മനസ്സിലാവും. കുറയുകയാണെങ്കിൽ അത് അപ്ലിക്കേഷൻസും, കൂടുകയാണെങ്കിൽ അത് സോഴ്സസിലും കാണിക്കും. അതേപോലെ സെയിൽസ് ഓഫ് ഫിക്സഡ് അസറ്റുകൾ സെയിൽ നടക്കുകയാണെങ്കിൽ അവരുടെയും സോഴ്സസ് ആണ്. ഫണ്ട് ബിസിനസ് സ്ഥാപനത്തിലേക്ക് വന്നിട്ടുണ്ട്, ഇൻഫ്ലോ വന്നിട്ടുണ്ട്. പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ആണെങ്കിൽ അത് യൂസസ് ആണ്, അപ്ലിക്കേഷൻസ് ഓഫ് ഫണ്ടാണ്. അതിൽ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ സോഴ്സാണ്. ഇൻട്രസ്റ്റ് പെയ്ഡ്, ഡിവിഡൻഡ് പെയ്ഡ് അതൊക്കെ അപ്ലിക്കേഷൻസാണ്. റീഫണ്ട് ഓഫ് ടാക്സ് തിരിച്ച് കിട്ടി, നമ്മൾ അടിച്ചത് കൂടുതലാണെങ്കിൽ അത് തിരിച്ച് കിട്ടും. അതിന് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആണെങ്കിൽ അത് അപ്ലിക്കേഷൻസ് ആയിരിക്കും. ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രധാനപ്പെട്ടതാണ്. ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ അത് സോഴ്സ് ആയിരിക്കും. ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നെറ്റ് കറണ്ട് അസറ്റ് കുറയുകയാണ്. അതിൻ്റെ അർത്ഥം സോഴ്സ്, ബിസിനസ് സ്ഥാപനത്തിലേക്ക് സോഴ്സ് വന്നിട്ടുണ്ട്.
ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ അത് അപ്ലിക്കേഷൻസ് ആണ്. നമ്മൾ ഫണ്ട് ഉപയോഗിച്ചത് കൊണ്ടാണ് ഇൻക്രീസ് ആയത്. വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയത് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിൽ കൂടുതൽ എമൗണ്ട് ഇട്ടത് കൊണ്ടാണ്. ഈ ഡിക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റലും ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റലും ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്താൽ അതിൽ നിന്നാണ് നമുക്ക് എമൗണ്ട് കിട്ടുക. ഒന്നില്ലേ ഡിക്രീസിൻ്റെ എമൗണ്ട് കിട്ടും, അല്ലെങ്കിൽ ഇൻക്രീസിൻ്റെ എമൗണ്ട് കിട്ടും. ഇൻക്രീസ് ആണെങ്കിൽ ഓർമ്മിക്കുക അപ്ലിക്കേഷൻസ് ആണ്, കാരണം ഫണ്ട് നമ്മൾ അതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയത്. ഡിക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞിട്ടുണ്ട്, കാരണം അവിടുന്ന് നമ്മൾ കറണ്ട് അസറ്റിൽ നിന്ന് എമൗണ്ട് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ബിസിനസ് സ്ഥാപനത്തിലേക്ക് എടുത്തിട്ടുണ്ട്, അതായത് നോൺ ഫണ്ടിലേക്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡിക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ വന്നത്. അത് സോഴ്സ് ആയിട്ടും കണക്കാക്കുന്നു. പിന്നെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് അത് കാൽക്കുലേറ്റ് ചെയ്യണം. ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. അതും ഫണ്ട് ഫ്രം ഓപ്പറേഷൻ സാധാരണഗതിയിലുള്ള ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ അകത്തുള്ള പ്രോഫിറ്റാണ്. അതൊരു സോഴ്സായിട്ട് മാറും. നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ സോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കാണണം. അവിടെ നോൺ കറണ്ട് ഐറ്റംസൊക്കെ ഒഴിവാക്കിയിട്ട് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കാണണം. അവിടെ സോഴ്സ് ഓഫ് ഫണ്ടാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ്. ടോട്ടൽ ചെയ്താൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ്റെ സോഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആയിട്ട് കിട്ടും. ഇതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.